ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ യുദ്ധത്തെക്കാട്ടിലും കൂടുതലും ഞങ്ങളുടെ എല്ലാവരുടെയും മനോവിഷമം ഈ ഒരു വിഷയമാണ്. യുദ്ധം ഒരു സൈഡിൽ അങ്ങനെ പോകുന്നു, ഞങ്ങൾ അതുമായിട്ട് ഓക്കെയാണ്. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, യുദ്ധം ശരിക്കും ഇസ്രായേലും ഇറാനുമായിട്ടാണോ, അല്ലെങ്കിൽ ഇസ്രായേലും തീവ്രവാദികളുമായിട്ടാണോ, അതോ ഇനിയിപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ഇസ്രായേലിലെ രാഷ്ട്രീയവും തമ്മിലാണോ ശരിക്കും യുദ്ധം നടക്കുന്നത്? ശരിക്കും യുദ്ധം നടക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലെ ചർച്ചകളിലും അവിടെയൊക്കെയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്ന ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന തന്നെ. പണ്ടേ ഇസ്രായേൽ തെമ്മാടികളാണ് എന്നുള്ളത്. ഈ തെമ്മാടികൾ എന്നുള്ള ആ ഒരു പദപ്രയോഗം തന്നെ അത് പ്രയോഗിക്കുന്ന ആളിന്റെ വ്യക്തിത്വവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ അവരുടെയൊക്കെ വ്യക്തിത്വം മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ പണ്ടേ തെമ്മാടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഈജിപ്തിൽ നിന്നുള്ള പലായനം തൊട്ട് ഈ നിമിഷം വരെ അവര് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു ജനതയാണ്, കർത്താവിന്റെ ജനതയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ചില തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. തെമ്മാടിത്തരങ്ങളില്ലാതെ ഇന്ന് ജീവിതം ഉണ്ടോ, ലോകമുണ്ടോ? അപ്പൊ അവർക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെ തെമ്മാടിത്തരം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് വിശേഷിപ്പിക്കുന്നവരുടെ വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇത് കാണുന്ന ആൾക്കാർ, അത് സ്വീകരിക്കുന്ന ആൾക്കാർ, അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ, അത് പിന്തുണയ്ക്കുന്ന ആൾക്കാർ, അവർ വേണം ചിന്തിക്കാൻ എവിടെയാണ് സത്യം, എവിടെയാണ് തിന്മ, എവിടെയാണ് നന്മ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പിന്നെ മാധ്യമങ്ങൾ കൂടുതലും ഞങ്ങൾക്ക് തോന്നുന്നത് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ പോയിന്റ് ചെയ്താണ് കൂടുതലും വാർത്തകൾ കൊടുക്കുന്നതും ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. അത് കൃത്യമാണ്. പരോക്ഷമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നാട്ടിലെ മാധ്യമങ്ങൾ എവിടേക്കാണ് അതിന്റെ പോക്കെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇസ്രായേലില് 10,000-കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം കോടിക്കണക്കിന് ശമ്പളം, ഞങ്ങളുടെ ശമ്പളമായിട്ട് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന നികുതി അതിൽ നിന്ന് തന്നെ എന്താ പറയുക അനുഭവിച്ചുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവരെ ഇതുപോലെ കരിവാരി തേക്കുക, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു രാജ്യത്തെ കരിവാരി തേക്കുക, അനാവശ്യമായ പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ട് ആക്ഷേപിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ചാനലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. അവർ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് പറയാൻ നോർത്ത് ഇന്ത്യയിലെ ചാനലുകൾക്ക് ഒരു മടിയുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഇതുപോലെ ആവുന്നത്? അത് വോട്ട് ബാങ്ക് മാത്രമാണ്. കാരണം കേരളത്തില് ഇപ്പോ ഒരു യഹൂദൻ പോലും വോട്ട് ചെയ്യാനില്ല. യഹൂദന്മാരെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. യഹൂദന്മാരുടെ വോട്ട് അവർക്ക് കിട്ടാനില്ല. പിന്നെ കിട്ടാനുള്ളത് 2-3 വിഭാഗത്തിന്റെ വോട്ടുകളാണ്, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെയും അല്ലെങ്കിൽ മുസ്ലിംസിന്റെയും. അതില് ഭൂരിഭാഗം വോട്ട് കിട്ടുന്ന ഏരിയകൾ നോക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഓരോ ചാനലുകാരും ഓരോ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് അവരുടേതായ രീതിയിൽ അവരുടേതായ ഭാഷയിൽ അവർ പറയുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ കാണുന്ന നേർക്കാഴ്ചകളുണ്ടല്ലോ, ഞങ്ങൾ അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക് മീഡിയയിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ പോലും ഇപ്പം മുഖ്യമന്ത്രിയുടെ ആ ഒരു പദപ്രയോഗത്തിനെതിരെ തന്നെ ഇവിടെയുള്ള ഇസ്രായേലിലുള്ള മലയാളികൾ ഒരുപാട് പേര് കമന്റുകളിൽ കൂടിയും പോസ്റ്റുകളിൽ കൂടിയും വീഡിയോകൾ ചെയ്തും ഒക്കെ പ്രതികരിച്ചപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ആളുകൾ കമന്റ് ചെയ്തത്, സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകാൻ പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം, ഇസ്രായേൽക്കാരെക്കാട്ടിലും കൂടുതൽ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകുന്നവർക്കാണ് വിഷമമെന്നാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നത്? നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യമില്ല, നമുക്കതിനുള്ള അവസരങ്ങളില്ല. എല്ലാവരും നല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർന്ന നിലയിൽ പഠിച്ചിറങ്ങിയാലും നമുക്ക് തരാനായിട്ട് ജോലിയില്ല. ഇനി ജോലിക്ക് കയറിയാൽ പോലും അതിന് അർഹമായ ശമ്പളം തരാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് പറ്റുന്നില്ല. ഇതിനൊന്നും സാധിക്കാത്ത അതേ ഗവൺമെന്റും അതേ രാഷ്ട്രീയ പാർട്ടികളും അതേ രാഷ്ട്രീയ നേതാക്കളും തന്നെയാണ് ഇതേപോലെയുള്ള പദപ്രയോഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിനെ വിരോധാഭാസം എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കിത് ചേച്ചി ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഉറ്റ സൗഹൃദമാണ്. അതായത് ഇന്ത്യക്കൊക്കെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസ് ഒക്ടോബർ 7 ആ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഇന്ത്യയുടെ കൂടെ ഇസ്രായേലിൻ്റെ കൂടെ ഇന്ത്യയും കൂടെ നിൽക്കുന്നുണ്ട്. അത്രമാത്രം ഒരു സൗഹൃദം ഇന്ത്യൻ സർക്കാരും ഇസ്രായേൽ സർക്കാരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം തന്നെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും അത് മനസ്സിലാവാതെ പോവുകയാണ്. എന്തുകൊണ്ട് ഇസ്രായേലിനെ ഇപ്പം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലായിരിക്കണം കൂടുതലും
ഇസ്രായേലിനോട് ഒരു മോശമായ അല്ലെങ്കിൽ ഒരു അവർ തോൽക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ വരുന്ന ഒരു എന്താ പറയുക എതിർത്ത് കൊണ്ടുവരുന്ന വാർത്തകൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇന്ത്യയുടെ കൂടെ നിന്ന ഒരു രാഷ്ട്രത്തെ നമ്മൾ ഗൗനിക്കാതെ പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ നമ്മൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലേ അങ്ങനെയുള്ള പ്രതികരണങ്ങളുള്ളൂ. അതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതായത് സൗത്ത് ഇന്ത്യയിൽ ജൂതന്മാരില്ലാത്തതുകൊണ്ട് തന്നെ ജൂതന്മാരെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒരു എന്താ പറയുക ക്രൂരന്മാരായിട്ടും കാട്ടാളന്മാരായിട്ടും തെമ്മാടികളായിട്ടും ഒക്കെ ചിത്രീകരിച്ചാൽ മാത്രമേ നാട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു വോട്ട് ശേഖരിക്കാനും അങ്ങനെയൊക്കെ പറ്റും. നമ്മുടെ നാട്ടിലെല്ലാം രാഷ്ട്രീയമല്ലേ കയ്യേറി വെച്ചിരിക്കുന്നതും, രാഷ്ട്രീയമല്ലേ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതും. അതിനകത്ത് തന്നെ ഇല്ലേ ഉത്തരം. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ കൂടെ നമ്മുടെ ഒരു ആവശ്യഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ ആര് നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ഏത് രാഷ്ട്രീയമായാലും മതമായാലും നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് വലുത്. നമ്മുടെ ഭാരതത്തിൻ്റെ കൂടെ നമ്മുടെ സഹായത്തിന് ആര് നിൽക്കുന്നു അവർ അതുപോലും ശ്രദ്ധിക്കാതെ മതം വെച്ച് മാത്രം പോകുന്ന ചില കാര്യങ്ങൾ അല്ലേ, അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിലെ ആൾക്കാരുടെ മെന്റാലിറ്റി വെച്ച് പറയുവാണെങ്കിൽ അവർ ശരിക്കും മതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ല മതം. അതാണ് അതിന്റെ ഉത്തരം. നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും അതിപ്പം എല്ലാവരെയും നോക്കി, ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും മറ്റുള്ള മതങ്ങളാണെങ്കിലും എല്ലാവരും അവരവരുടെ മതത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോരാടുന്നത്. ഒരിക്കലും രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും പോരാടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് പാകിസ്ഥാനെ തെമ്മാടികളെന്ന് നമ്മളുടെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചില്ല? നമ്മളുടെ എന്തോരം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു, എത്രയോ സ്ത്രീകൾക്ക് ജീവിതം ഇല്ലാതെയായി. അപ്പം പാകിസ്ഥാനെ എപ്പോഴെങ്കിലും തെമ്മാടിയായിട്ട് അല്ലെങ്കിൽ തെമ്മാടി എന്ന് വിശേഷിപ്പിക്കാൻ നമ്മളുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ തന്നെ ഇല്ലേ ഉത്തരം.